ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് UDF-നെതിരെ CPM ആയുധമാക്കിയെങ്കിൽ ഇപ്പോൾ UDF-ന്റെ മറുപടി SDPI കൂട്ടുകെട്ട് ഇടതുപക്ഷവുമായി ഉണ്ട് എന്നതാണ്. ഇതിൽ പ്രധാനമായി പ്രതികരിച്ച രണ്ട് നേതാക്കൾ ഇന്ന് EP ജയരാജനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടി പറയുന്നുമില്ല. കഴിഞ്ഞ ദിവസം വിജയരാഘവനാവട്ടെ അങ്ങനെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ലെന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ഈ വിവാദം പോകുന്നത് എങ്ങോട്ടാണ്? കൃത്യമായിട്ട് ഇതറിയാം. ഈ ആരുടെയും വോട്ട് വേണ്ട എന്ന നിലപാടാണല്ലോ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം പറയുന്നത്. ഇന്ന് EP ജയരാജനും അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDF-നാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല അവർ LDF-നെ എതിർക്കുന്നുമുണ്ട്. കാരണം ഒരു തവണ കൂടി LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് സംഘ് പരിവാറിന് വളരുവാനുള്ള അവസരമുണ്ടാക്കും, BJP-യുടെ വളർച്ചയ്ക്ക് അത് വളമിട്ട് കൊടുക്കും എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ടാണ് അവർ UDF-ന് വോട്ട് ചെയ്യുവാനുള്ള ആഹ്വാനം നൽകിയിരിക്കുന്നത്. പക്ഷേ അവിടെയും അവരൊരു ക്ലോസ് ഇടുന്നുണ്ട്. വെൽഫെയർ പാർട്ടി പറയുന്നത് ഇനി BJP ജയിക്കും എന്ന് ഉറപ്പായ മണ്ഡലങ്ങളിൽ അവിടെ UDF ദുർബലമാണെന്ന് തോന്നുമ്പോൾ അവിടെ LDF-ന് വോട്ട് ചെയ്യുക, അത് തൊട്ടടുത്തുള്ള മതേതര പാർട്ടി ഏതാണോ അതിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനം. അത് LDF-മാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചുരുക്കം ചില മണ്ഡലങ്ങളിൽ എങ്കിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF-ലേക്ക് പോകും, അവിടെ BJP ശക്തമായ മണ്ഡലങ്ങളിൽ. ഈ ഒരു നിലപാട് കൂടി വന്നതോടുകൂടി ഇതിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് മറുപടി പറയണം CPM എന്ന കാര്യത്തിൽ ആവശ്യമുയർന്നപ്പോഴാണ് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല, അത് ജനാധിപത്യത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. അതൊരു മറയുണ്ടാക്കുക മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വെൽഫെയർ പാർട്ടിയുടെ ചുരുക്കം വോട്ടുകളാണെങ്കിലും അത് ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് LDF-ന്, പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക് ഉള്ളത്. മറുവശത്ത് SDPI-യുടെ കാര്യം പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലാരിറ്റി വേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയും CPM കൃത്യമായൊരു നിലപാട് പറയുന്നില്ല. SDPI സംസ്ഥാനത്ത് എടുത്തിരിക്കുന്നത്, അവർ പരസ്യമായിട്ടൊരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് വന്നില്ല എങ്കിൽ കൂടിയും SDPI-യുടെ നിലപാട് പൊതുവെ ചേർന്ന് പോകുന്നത് LDF-ന് ഒപ്പമാണ്. കാരണം സംഘപരിവാറിനെ നേരിടാൻ കൂടുതൽ വിശ്വസ്തർ LDF ആണ്, CPM ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് SDPI-ക്കുണ്ട്. പക്ഷേ അവർ ചില മണ്ഡലങ്ങളിൽ 40ഓളം മണ്ഡലങ്ങളിൽ അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ മഞ്ചേശ്വരത്ത് അവർ അവരുടെ നിലപാട് സ്വാഭാവികമായിട്ടും UDF-ന് ഗുണം ചെയ്യും എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. വെൽഫെയർ പാർട്ടിയുടേതിന് ഏതാണ്ട് സമാനമായ നിലപാട് അവിടെയും SDPI-ക്കുണ്ട്. കാരണം സംഘപരിവാറാണ് മുഖ്യ ശത്രു എന്നുള്ള കാര്യം. പക്ഷേ അവിടെയും LDF-നാണ്, അവരുടെ ഒരു മനസ്സ് LDF-ലേക്കാണ് പോകുന്നത്. അവിടെയും അപ്പോൾ മറുപടി പറയേണ്ടി വരുന്നത് CPM നേതാക്കളാണ്. പക്ഷേ CPM നേതാക്കൾ അവിടെയും പറയുന്നത് ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല. ഇതാണ് EP ജയരാജനും അങ്ങനെയാണ് പറഞ്ഞത്, AK ബാലനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇത് തന്നെ വിജയരാഘവനും അത് തന്നെയാണ് പറഞ്ഞത്. അവിടെ പക്ഷേ ചോദ്യം ഉയരുന്നത്, വെൽഫെയർ പാർട്ടി UDF-ന്റെ ഘടകകക്ഷിയല്ല, പക്ഷേ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണയാണ് നൽകുന്നത്. അപ്പോൾ CPM ആവശ്യപ്പെടുകയാണ് ആ പിന്തുണ വേണ്ട എന്ന് എന്തുകൊണ്ട് UDF പറയുന്നില്ല, അവിടെ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ SDPI-യുടെ പിന്തുണയും വേണ്ട, SDPI-യുടെ വോട്ടുകൾ വേണ്ട എന്ന് പറയണം LDF-ഉം CPM നേതാക്കളും. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്കില്ല. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് SDPI-ക്ക് അവരുടെ ചില അവകാശവാദങ്ങളെ സാധൂകരിക്കുന്ന കാര്യം കൂടി വരുന്നുണ്ട്. SDPI അവകാശപ്പെടുന്നത് ഞങ്ങൾ ഒരു മുസ്ലിം പാർട്ടി അല്ല എന്നുള്ള കാര്യമാണ്. ഇതിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടിട്ടുണ്ട്, എല്ലാ മതങ്ങളിൽപ്പെട്ടവർ SDPI-യിൽ ഉണ്ട് എന്ന ഒരു രീതിയിലേക്ക് അവർ അവരുടെ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ EP ജയരാജൻ പറയുന്നത് SDPI-യെ ഞങ്ങൾ കാണും, SDPI-യുടെ പിന്തുണ വേണ്ട എന്ന് ഞങ്ങൾ പറയാത്തത് SDPI-ക്ക് പിന്നിൽ അണിനിരക്കുന്ന ബഹുജനങ്ങളുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയാൽ എന്താണ് കുഴപ്പം, അവർ ഇടത് നയത്തെ അംഗീകരിക്കുന്നവരാണ്, അവർ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്നാണ്. അത് SDPI-യുടെ അവകാശവാദത്തെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യം സ്വാഭാവികമായിട്ടും UDF ശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല അങ്ങനെയൊരു കാര്യം CPM-നെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രി അത് മറ്റു തരത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള നിലപാടായിട്ട് എടുക്കുന്നുമുണ്ട്. എന്തായാലും ഈ കാര്യം ഈ ന്യൂനപക്ഷ സംഘടനകളുടെ, മുസ്ലിം സംഘടനകളുടെ, SDPI-യുടേതാകട്ടെ വെൽഫെയർ പാർട്ടിയുടേതാകട്ടെ PDP-യുടെ നിലപാടാകട്ടെ, അതിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന കാര്യത്തിൽ CPM-ഉം LDF-ഉം കുഴങ്ങുക തന്നെയാണ്. കാരണം വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ UDF-നെ ആക്രമിക്കാൻ വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കിട്ടുന്ന ചില മണ്ഡലങ്ങളിൽ അത് വേണ്ട എന്ന് പറയാൻ LDF തയ്യാറാകുന്നില്ല. SDPI LDF-നെ പിന്തുണയ്ക്കാൻ തയ്യാറാകുമ്പോൾ ആ പിന്തുണ വേണ്ട എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, SDPI-യുടെ പിന്നിൽ ബഹുജനങ്ങൾ അണിനിരക്കുന്ന എന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടെടുക്കുന്നു. PDP ഒരു ന്യൂനപക്ഷ വർഗീയ സംഘടനയല്ല.
എന്നുള്ള നിലപാട് നേരത്തെയും എടുത്തിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അതിൽ മദനിക്ക് അനുകൂലമായ പരാമർശങ്ങളാണ് നടത്തുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു സംഘടനയാണ് എന്ന രീതിയിൽ പറയുന്നു. PDPയെ നിങ്ങൾ അങ്ങനെ വലിയൊരു ശക്തിയായിട്ടോ അത്രമാത്രം അതിന് ആ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ നൽകുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാടും എടുക്കുന്നു. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് സ്വാഭാവികമായിട്ടും UDF ഉയർത്തിക്കാട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വരും ദിവസങ്ങളിലും ഈ ഒരു രാഷ്ട്രീയം അത് വലിയ രീതിയിൽ ഈ ചുരുക്കം ചില ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതലും CPM നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും. പക്ഷേ ഇതിനപ്പുറമുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യതയും വിരളമാണ്. യെസ്, അത് വളരെ കൗതുകമുള്ള രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഒരേ സമയം ഡീൽ ആരോപണത്തിൽ CPMനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ കൂടി കുരുക്കുന്ന വിഷയം കൂടിയായി ഇത് മാറുകയാണ്. പിന്തുണ വേണം, എതിർക്കുന്ന രാഷ്ട്രീയ മുന്നണിക്ക് വർഗീയ പാർട്ടിയെന്ന് ആരോപിക്കുന്നവരുടെ പിന്തുണ വേണ്ട എന്ന നിലപാട് പരസ്യമായി എടുക്കാൻ CPMനും കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. അതാണിപ്പോൾ ഈ വിഷയത്തിൽ നേതാക്കളുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി നിലപാടെടുത്താണ് ഇക്കാര്യത്തിൽ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഡീൽ ആരോപണം തെരഞ്ഞെടുപ്പിൽ കത്തുകയും ചെയ്യുകയാണ്.